ഹായ് ഗൈസ്, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കൂടുതൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ നമ്മൾ തല്ലി പൊട്ടിക്കാൻ മറക്കരുത്. നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തൂ. ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് വേണ്ടവർക്ക് അടിക്കുക, ലൈക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വിലയേറിയ കമന്റ് എഴുതണ്ട, ലൈക്ക് ചെയ്യേണ്ട, കമന്റ് ചെയ്യേണ്ട. എന്റെ കൊച്ചിനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ പറഞ്ഞു. ശരി എന്താ ഗൈസ്, എല്ലാവരും ജമിയൊക്കെ കിടക്കുന്നതാണ്. ഷാലുമോൾ അഗാധമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഹായ്, ആ കണ്ണാടി വെക്ക്, സ്റ്റൈലിൽ കണ്ണാടിയൊക്കെ വെക്ക്. ഇതൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും മാവോയിസ്റ്റാണ്, എന്നാലല്ല. ഇത് ആരാണ്? ഇത് നമ്മളുടെ സ്വന്തം റിയാണ്. ഓഹോ, റിച്ച് ഗേൾ. ഇതാണ്ട് വായി നോക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ഷാലു സജി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഷാലു സജി അല്ല ഗൈസ്, ആത്മാർത്ഥമായി എന്റെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഗൈസ്. യൂട്യൂബ് ചാനലാണ്. ഇപ്പം നമ്മളെ ഇവിടെ എത്തിയിരിക്കുന്ന ഏതോ ഒരു പെട്രോൾ പമ്പില്, അതെ, ഫുഡ് കഴിക്കാനൊക്കെ അങ്കമാലിയില് ഏതോ ഒരു പെട്രോൾ പമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാനും വാഷ്റൂമിലൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെ മീനിന്റെ ഇതുണ്ട്, അവിടെ ദാ എഴുതി വെച്ചേക്കുന്നത് മീനിയൊക്കെ ഭക്ഷണം കൊടുക്കരുത് എന്നൊക്കെ. എന്റെ മനസ്സാക്ഷി ഇല്ലാത്തവരാണ് ഗൈസ്. ഞാനിവിടെ നമ്മുടെ ഹരിതമോള് ഭയങ്കരമായിട്ട് മീനുകളെ ഇത് ചെയ്യുവാണ്. ആർക്കും ചോറ് കൊടുക്കാതിരുന്ന് ചോറ് കഴിക്കുകയാണ്. ഇപ്പൊ കൊടുത്തു കേട്ടോ, തകർത്താടുകയാണ്. ഹരിയൊക്കെ സിസോയിലൊക്കെ തകർത്താടുകയാണ്. ശാലസജി ഇവിടെ ഊഞ്ഞാലാടുന്നു, ഒപ്പം ഞാനും. എല്ലാരും ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇവിടെ ഫ്രഷ് ആയി കഴിഞ്ഞെങ്കിൽ നമ്മൾ വയനാട്ടിൽ ചെന്നിട്ട് ഇനി നിർത്തത്തുള്ളൂ. ഇനി നമുക്ക് വയനാട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. വയനാട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്ന വയനാട് റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഒരു റൂമില്. 3 ബെഡേ ഉള്ളൂ. അതെ, ഞങ്ങൾ ബെഡൊക്കെ അടുപ്പിച്ചിട്ട് കിടക്കും. ഞാന്, ഹരിതമോള്, പിന്നെ ആരാ നമ്മുടെ ഷാലു സജ്ജി. അപ്പൊ ഞങ്ങളിനി ഫ്രഷ് ആവാനൊക്കെ പോവുകയാണ് ഗൈസ്. ഇനി ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ, ഫുഡ് ഇറങ്ങുമ്പോൾ ഗൈസ് നമ്മൾ രാവിലെ റെഡി ആയിട്ട് ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് 900 കണ്ടിയിലോട്ട് പോകാനുള്ള ജീപ്പിലാണ്. ജീപ്പ് വരും, അതിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്നെ ഓപ്പോസിറ്റിരിക്കുന്ന ആരാണ്? ഹരിതമോളും ഹരിതമോളും ശാലസജി ഇരിപ്പുണ്ട് ഗൈസ്. അവിടെ വ്ലോഗ് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് 900 കണ്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ജീപ്പ് നോക്കി നിൽക്കുകയാണ്. ഞങ്ങളിപ്പം ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാവരും അവിടെ റെഡി ആയിട്ടൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക ജീപ്പ്. എല്ലാവരും അവിടെ ജീപ്പൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഞാൻ ഇവിടെ ഷാലു സജി ബ്രൂ കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഒപ്പം നമ്മളുടെ സ്വന്തം ഹരിതമോൾ. ഞങ്ങൾ ജീപ്പിലോട്ട് കയറാൻ പോവുകയാണ്.
ഇരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. സാധാ ട്രിപ്പല്ല, ഞങ്ങളൊക്കെ തെറിച്ചു പോകും. ഗായ്സ് എല്ലാരും ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്. നമുക്ക് ഇവിടെ 1 മണിക്കൂറാണുള്ളത്. ഇപ്പൊ 10:20 11:20 ആകുമ്പോൾ ഇവിടെ ഇറങ്ങണം ഗായ്സ്. ഗായ്സ് ഞങ്ങൾ ഇവിടുത്തെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നെ സംഭവം കാണാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഗായ്സ്. ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാതെ എന്നാന്നോ സംഭവം. ഹിന്ദുട്ര സാധനം റോപ്പ് പ്ലേ ഒക്കെ ഗായ്സ് നോക്ക. ശബരിമല കയറുന്ന പോലെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ സ്വന്തം. അവരൊക്കെ അവിടെ എടി തിരിച്ചിറങ്ങുമ്പോ പ്രശ്നമില്ല. ഇതൊക്കെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ എന്താണ് ഗൈസ്? ശരിയാ, കിഡ്സ് പ്ലേ. ഞാനും കേറിക്കോ. അലച്ചോ അലച്ചോ അലച്ചോ. മതി മതി. നമ്മള് പണ്ട് കിട്ടായിരുന്നു. അതെ, ഒരു 2 വർഷമായതേ ഉള്ളൂ. മാത്രമേ വളരുന്നുള്ളൂ, ബുദ്ധി വളർന്നില്ല. എടിത് പോച്ചാൻ പുല്ലോ. ഇതെന്തോ എടി ബുദ്ധിയുള്ള മിസ് പറയുന്നത് കേൾക്കൂ. എൻജോയ് എൻജോയ്. ഇത് എടി ഇത് കിഡ്സിന്റെ പ്രത്യേകം എഴുതിയിട്ടില്ല. ഞാൻ അഭിമാനമുള്ള ആളാ. യൂട്യൂബ് ചാനലാണ്. ഇഷ്ടപ്പെട്ടോ? എടി ഞാനിപ്പോ നമുക്ക് ആടാടി. ഗൈസ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടോട്ട് എത്തിയിരിക്കുന്നു. അതെ അതെ, നമ്മുടെ ശാലു സജ്ജി ലീഡ് ചെയ്ത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്തി. അങ്ങോട്ട് ട്രീ വ്യൂ പോയിന്റ്, അങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജ്. എടുത്തു. എനിക്ക് മിസ് അങ്ങ് എനിക്ക് കാര്യം കാണാമോ? അവിടെ ഇച്ചിരി ഉയരമാണ്. അവിടെ അറ്റത്ത് അങ്ങ് അടിയിൽ പോകും. ഇത് സേഫ് ആയിരിക്കും.
അങ്ങോട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ട്. നിനക്കും വീഡിയോ വേണം എടി, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഫോട്ടോ എടുക്കണം. നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏറ്റവും വ്യൂ എന്ത് പറയാം, ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് വീഡിയോ ആണോ? എന്നെ ഒന്ന് ഫേമസ് ആക്കിയേക്കണേ. ഞങ്ങൾ അടുത്ത ഇതെന്തോ ട്രീ ഹൗസോ വ്യൂ പോയിന്റിലേക്ക് ഫോട്ടോ എടുക്കണി. ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട ഇങ്ങോട്ട് വാ. ഞങ്ങൾ അവിടോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങളെ എടുക്ക്. ഈ ഫോട്ടോ നമ്മള് വ്യൂ പോയിന്റിലോട്ട് കേറുകയാണ്. അപ്പൊ കണ്ണി നമ്മൾ വ്യൂ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശ്രേയാലിസൊക്കെ ഇരുന്ന് ഊഞ്ഞാലായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ട്രീ വ്യൂ പോയിന്റിന്റെ അടുത്തെത്തിയിരിക്കുന്നു. കയറി കഴിഞ്ഞു. തിമ്മി താഴോട്ട് കണ്ടോ? താഴോട്ട് നോക്കാതെ നേരെ നടന്നോണം. ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നടി, നമ്മളിപ്പോൾ ട്രീ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം ട്രീ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തിനി ആ ഊഞ്ഞാലിൻ്റെ അവിടെ ഒന്ന് വരുന്നു. പോയിട്ട് കയറട്ടോ, നോക്കാം എന്നെ സംഭവം. ഇനി നമ്മൾ ഊഞ്ഞാലെ കയറാൻ പോവുകയാണ്. ഊഞ്ഞാലിൻ്റെ അവിടെ വാ. സ്റ്റെപ്പ് ഇറങ്ങുക. അതെ, ഇപ്പം ഞങ്ങൾ ഇനി ഊഞ്ഞാലെ കയറാൻ പോവാണ്. എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും പോയി കയറിയിട്ട് വരാം ഗൈസ്. ಅವ್ರಿಗೆ ಫಸ್ಟ್ ಟೈಮ್ ಕ್ರಿಕೆಟ್ ಆಡ್ಕೊಂಡು ഞങ്ങളുടെ ജീവൻ പടയം വെച്ചതാണ്. ഞങ്ങൾ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വന്നത്. കാമ്പും വില്ലും അവിടെ കണ്ട് പോയിട്ട് വരാം ഗൈസ്. ആ മതി. ഇനി നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും. ബാ ഗൈസ്. പോവുകയാണ് ഗൈസ്. അതും കൂടെ ഉള്ളൂ. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഓടുകയാണ് ഗൈസ്. ക്രിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞതാ പോന്നു ഗൈസ്. അവരൊക്കെ ഇവിടെ കയറാൻ വേണ്ടി. എന്നാ സംഭവം എന്താ, ഞാനും ഇവിടോട്ട് പോകും. അച്ഛനായിരുന്നു വിറയ്ക്കുന്നത്.
കേറണോ? ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇവിടുന്ന് 900 കണ്ടിയോടെ ബൈ പറയുകയാണ് ഗൈസ്. അപ്പം നമ്മളിനി ജീപ്പിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീപ്പിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിപ്പം ഇവിടെ ജീപ്പേ കയറിയിട്ടുണ്ട്. നമ്മൾ പോവാണ് ബാലാസറിലേക്കോ അങ്ങനെ വണ്ടി കയറി ഞങ്ങളുടെ ബസ്സിൽ കയറി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈം ഇപ്പോഴായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലേക്കിലോട്ട് പോകത്തുള്ളൂ ബാലാസർ. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കും. എല്ലാവരും ഇവിടെ ചിക്കൻ ബിരിയാണി അടിച്ചു പെരുക്കാൻ പോവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയും ബസ്സിലോട്ട് കയറുക. ഇനിയാണെങ്കിൽ എടക്കൽ കേവ്സ് ആണോ മറ്റേ ലേക്കാണോ എന്നറിയത്തില്ല. എടക്കൽ കേവ്സ് ആണെന്നൊക്കെ പറയുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും. കുറേ പേര് ഇറങ്ങി വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി ബസ്സിൽ കയറി അവിടോട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. സാലിയുടെ നാടൻ പാട്ടാണ്. ഒന്ന് പാടാവോ? പാടാ. എന്നിട്ടും അറിയുന്നില്ലല്ലേ
മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. സ്വന്തം അമാൻഡ LKG കഴിഞ്ഞ് നിൽക്കുന്ന അമാൻഡയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. ഒരു വിഭാഗം പങ്ക് നടും. അതിൽ ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയെ പങ്കെടുത്തു. വിരുന്നിടെ വീൻ തീർന്നുപോയി. അത് കണ്ടാക്കിയ അമ്മ യേശുവിന്റെ അടുത്ത് പറഞ്ഞു അവർക്ക് വീനില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു തന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു പച്ചായത്ത് പറഞ്ഞു അവൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഈശോ പറഞ്ഞ് 6 വലിയ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് വീനായി മാറി. എല്ലാരും ആസ്വദിച്ച് കുടിച്ചു. ഇതാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് അതൊന്നും എന്ത് മനസ്സിലായി? നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മാതാവിനോട് പറയണം. മാതാവ് ഈശോയുടെ എല്ലാം ചെയ്തു. രണ്ട് വാക്കുകൾ പറയട്ടെ. ഗുഡ് നൈറ്റ് പറഞ്ഞു കേട്ടോ, 2 വാക്കേ പറയാവൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ ഏത് സീറ്റിലിരുന്നാലും സൈഡ് സീറ്റിലിരിക്കുന്ന ഒരു സുഖം. അത്രയും കാറ്റും കിട്ടൂല. എനിക്കൊന്നും പറയാനുള്ളത് അശ്വതിയുടെ ഒരു ഗാനമാവട്ടെ. വൈഷ്ണവി കമലൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജെമിക്കൊക്കെ പറയാനുണ്ട്. BTS പാട്ടുകാരാണ് കിടത്തില്ല. എനിക്ക് പറയാൻ 300 രൂപ തരണമെന്നാണ്. ചെമ്മി അടിച്ചു മാറ്റുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഇതിൽ നിന്ന് ഞാൻ പറയാം ഗൈസ്, ഞങ്ങളിപ്പോൾ ബാൻസിന ഡാമിലേക്ക് പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ വൈഷ്ണവി കമലിന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. ബാണാസുര ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം അതിന് ഒത്തിരി ദൂരം നടക്കാനുണ്ട്. ഇപ്പം എല്ലാവരോടും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടി എനിക്ക് ഇവിടെ നിന്ന് കണ്ണ അതുകൊണ്ടടി ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്. എടി എനിക്ക് കൂളിംഗ് ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് രണ്ടും വാങ്ങാം. ഞാൻ വെറുതെ നല്ല നോക്കി. എടി എനിക്ക് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചാടി. ഗൈസ്, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു. കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്ത കൺട്രി പീപ്പിൾസ് ആണ്. ഞങ്ങളെ അപമാനിക്കാൻ ഇതുപോലൊരു ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ഗ്ലാസ്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച, എൻ്റെ കൂടെ വാങ്ങിച്ച എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ പുതിയ കണ്ണടയാണ്. ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ അങ്ങ് വിദേശത്തു നിന്ന് വന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. മിസ്, ആ ഒരു സാധനത്തിൽ കയറിയാലോ നമുക്ക്? അയ്യോ, എന്റെ ദൈവമേ. ഇപ്പൊ എന്തോ
എന്തോ സിപ്പായിരുന്നു? അയ്യോ സ്റ്റക്കായി തന്നെ എടുക്കാൻ പോവാ. നമ്മളെ അപ്പൊ അങ്ങനെ എടുക്കാൻ വരും മിസ്. കണ്ണാടി വെച്ച് പോയാലോ? ഞാനും മിസ് ഞാണ്ട് ഇവിടെ പാർക്കുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോ അമ്മാന്റെ കുട്ടിയുമായിട്ട് അവിടെ പാർക്കിൽ പോകുന്നതായിരിക്കും. രാവിലത്തെ പോലെ നമ്മളെ അപമാനിച്ച് വിടുമോ? മീൻ പിടിക്കുവാണോ അവര്? മിസ് എനിക്ക് കണ്ണ് കാണാതെ അല്ല, ഇതിനകത്ത് കാണുന്നുണ്ട്. ഞാൻ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോ എനിക്ക് കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. ചുമന്ന് കാണും. നമ്മളിപ്പോ ഡാമിന്റെ അവിടോട്ട് കയറാൻ തുടങ്ങുകയാണ്. കേട്ടോണ്ടിരിക്കുകയാണ്. മറ്റേ സിപ്പ് ലൈനെ കയറാം മിസ്സേ. മിസ്സേ എങ്ങാപ്പി നോക്ക്. ഫൈനലി മട്ടി ബൂട്ട്സ് സിപ്പ് ലൈൻ അവിടെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണോ അത്? പോപ്കോൺ നമുക്ക് വാങ്ങി തന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു നാറിയത്. അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെറുതെ പോയത്. അലീന മിസ്സിന്റെ ചെലവാ. ഇനി അടുത്ത നമ്മുടെ സ്വന്തം സൽഗുണ സമ്പന്നിയും അതുപോലെ തന്നെ സൗന്ദര്യം കൊണ്ട് അടുത്ത ചെലവ് നമ്മുടെ മിസ്സിൻ്റെതാണ്. എടി അലീന മിസ്സിന്റെ ചെലവാ വാങ്ങിച്ചു വെച്ചോ. നമുക്കിവിടെ ഡാമിന്റെ ഇവിടേക്ക് ഒന്ന് ചുറ്റി നോക്കാം ഗൈസ്. എടി പാടറിയാം. എടി യൂട്യൂബേഴ്സ് എന്റെ ഫോളോവേഴ്സിനൊക്കെ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം. വരൂ. നിങ്ങളില്ലാതെ വിളിച്ചില്ല. നിങ്ങളെ റെസ്റ്റ് എടുക്കാം. അയ്യോ അതിന് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു. ഇതാണ് കഴിച്ചിട്ടുള്ള ചേച്ചി. ഭംഗി ആസ്വദിച്ചോണ്ട് നമ്മുടെ പൂറിൻ്റെ ഇതുണ്ട് അവിടെ. സ്പീഡ് ബോട്ടാണോ ഇവിടെ? സംഭവം എന്തായാലും നൈസാണ്. ഇത് പരിചയപ്പെടുത്താൻ പറ്റുന്നതാണെന്നല്ല ഗൈസ്. ഗൈസ് ഇത് ബാണാസുര ഡാമിന്റെ വഴിയിലൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്സേ വാ. ബാണാസുര ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഏതോ ഒരു എന്നടി ഇനി ഇവിടെ മീൻമുട്ടിയാണോ? അല്ലടി മീൻമുട്ടി എന്നല്ല ചേട്ടൻ പറഞ്ഞത്. കാറ്റാടിയോ? അങ്ങനെ എവിടെയോ പോകണം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
കണ്ടിട്ട് ഇറങ്ങി നമ്മൾ ഇറങ്ങി കയറിയപ്പോൾ എനർജി പാടൊന്നും ഇല്ലായിരുന്നു ഇറങ്ങി വരാനായിട്ട്. എനർജി ഏറെ ഉണ്ടായിരുന്നു കയറിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടി. അപ്പൊ നല്ല എന്തായാലും കൊള്ളാം. ഗൈസ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോ എടുക്കാം. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബസ്സിൽ കയറാം. ഗൈസ് ബാണാസുര ഡാമൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ബസ്സിൽ കയറി. ഇനി എങ്ങോട്ടാ പോകുന്നത് അറിയില്ല. ഇനി എങ്ങോട്ടൊക്കെ പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. മീൻമുട്ടിയിലെത്തിയിരിക്കുന്നു. നെക്സ്റ്റ് അത് എനിക്കത് ലാസ്റ്റ് ഇന്നത്തെ ഡേ 1 ലാസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. മീൻമുട്ടി തോന്നുന്നല്ല, ഇനി നമുക്ക് ക്യാമ്പ് ഫയർ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഡേ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതിനുവേണ്ടി നടക്കുക. നല്ല ചാറ്റമഴയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നിട്ട് ഇത് കാണാതെ പോയത് മിസ്സിങ് ആയിരിക്കും. അതെ, അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ടയർഡായി. കയറി 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 ഇത് അതുപോലെ കയറ്റമുണ്ട് ഗൈസ്. വാട്ടർഫോളിലോട്ടുള്ള ഇത് കണ്ടു എൻട്രി ടു വാട്ടർഫോൾ. വാട്ടർഫോളിലോട്ടുള്ള നമ്മൾ മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇച്ചിരി ദൂരമുണ്ട്. നമ്മളിപ്പം ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി മഴയാണ്. അതെ, ഞാനും പോട്ടെ. വീഡിയോ കാണോ? ഗൈസ് അങ്ങനെ മീൻമുട്ടിയോട് നമ്മൾ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ടൂറിൻ്റെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എത്തി. അവിടുത്തെ എല്ലാം കഴിഞ്ഞ് മീൻമുട്ടിയിലെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിൽ പോവാം. എന്നിട്ട് വൈകിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പം അതിന് കാണാം. രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കോ. ഞങ്ങൾ 3 ഒരുമിച്ചായി ഇരിക്കുന്നത്. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് 9 മണിക്ക്. ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇനി ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോവാം. 9 മണിയായി. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാം ഗൈസ്. ഇനി ക്യാമ്പ് ഫയറിന് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ക്യാമ്പ് ഫയറിന് ചെയ്ത് കാണാം. നമ്മൾ ക്യാമ്പ് ഫയറിന് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തീർന്നു എന്ന് തോന്നുന്നു. ഓക്കെ, വരൂ എല്ലാരും വാ. എ ഫ്ലാറ്റ് ഗേൾ. മിസ്സേ കൂളിംഗ് ഗ്ലാസ് വെച്ച് വാ. മിസ്സേ കുഞ്ഞിന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു വാ. ഇറങ്ങിയിരുന്നു മിസ്. കമോൺ മിസ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കാര്യം. ഹായ് ഗായ്സ്, ക്യാമ്പ് ഫയറിന് വന്നിരിക്കുകയാണ്. ക്യാമ്പ് ഫയറിന് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്.
യൂട്യൂബ് ചാനൽ കളിക്കാൻ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക. ഇനിയും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലെ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നെക്സ്റ്റ് സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ചാനൽ ലൈക്ക് Please like, share and subscribe.